പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരാള് അദ്ദേഹം സഭയിൽ വരുന്നതിനെ കുറിച്ച് പാർട്ടിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം പാർട്ടിയുടെ ചട്ടക്കൂടിലല്ല അദ്ദേഹം. പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിരിക്കുക. അത് ആ തീരുമാനം നിലനിൽക്കുന്നു. ആ നിലയ്ക്ക് ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം. പക്ഷെ അത് സംബന്ധിച്ച് യാതൊരു കാര്യത്തിലും പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല. പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമില്ല. അദ്ദേഹം ഇപ്പൊ പാർട്ടിക്ക് പുറത്താണ്, സഭയിൽ പ്രത്യേക ബ്ലോക്കാണ്. ഒരു നിയമസഭാ സാമാജികനെ തടയാൻ പാർട്ടിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കാതിരിക്കുകയും ചെയ്യട്ടെ. അത് പാർട്ടി ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അദ്ദേഹത്തിന്റെ സഭയിലെ സാന്നിധ്യം പക്ഷെ പാർട്ടിക്ക് അതൊരു പാർട്ടിക്ക് ഒരു പ്രതിരോധത്തിൽ അവരെ പാർട്ടിയുടെ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞു. ആ സ്റ്റാൻഡിൽ ഉറച്ചുകൊണ്ട് തന്നെ ഭരണകക്ഷിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായി ഞങ്ങൾ നിയമസഭയിൽ പോരാടും. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാലും വന്നില്ലെങ്കിൽ അത് ഞങ്ങളുടെ ഒരു വിഷയമല്ല. അത് ഇപ്പൊ ഞങ്ങളോടൊപ്പം ഇല്ല. പക്ഷെ ധാർമ്മികത എന്നൊന്നുണ്ടല്ലോ. ഒരു ധാർമ്മികത പാർട്ടിക്കോ ധാർമ്മികത ഇല്ല. കാരണം ചെയ്യേണ്ട ചുമതല പാർട്ടി നിർവഹിച്ചു. ഒരു പരാതി പോലും നിലവില്ലാതിരുന്നിട്ട് പോലും ശക്തമായിട്ടുള്ള സ്റ്റാൻഡ് പാർട്ടി എടുത്തു. കോൺഗ്രസ് പാർട്ടിയെ പോലെ ഇക്കാര്യത്തിൽ സ്റ്റാൻഡ് എടുത്തിട്ടുള്ള ഒരാളുമില്ല. അത് പറയാൻ ഒരു യോഗ്യതയും ഭരണകക്ഷിക്കില്ല. കാരണം സ്ത്രീ പീഡനത്തിന് പ്രതിയാക്കപ്പെട്ട ആൾക്കാരാണ് സഭയിലിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്കത് നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ അംഗത്തിനെ കുറിച്ചൊരു ആക്ഷേപം വന്നപ്പോൾ പാർട്ടി ശക്തമായി അതിന് നടപടിയെടുത്തു. അതുകൊണ്ട് തന്നെ ധാർമ്മികതയുടെ പ്രശ്നം ഞങ്ങൾക്കല്ല, അത് LDF-നാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ മാറി നിൽക്കുന്നതല്ലേ പാർട്ടി ഗുണം ചെയ്യുക? അല്ല, രാഹുൽ വന്നാലും വന്നില്ലെങ്കിലും ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങളുടെ ചുമതല ഞങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ നിയമസഭയിലെ ലക്ഷ്യം ഭരണകക്ഷിക്കെതിരെ ശക്തമായി പോരാടുക എന്നുള്ളതാണ്. ആ പോരാട്ടം നടക്കും നാളെ മുതൽ. അതിന് രാഹുലിന്റെ സാന്നിധ്യം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല.